റീസെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 4000 ആണ്. സോ ആ 4000 ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം പിന്നെ ഒരു ബൈ റിയാക്ഷൻ മാർക്കറ്റ് കാണിക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് നാളത്തെ ഒരു ബയാസ്, ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ഡെയിലി വൈസ് ഇവിടെ ഇന്ന് ഈ കാണുന്ന ലോ 4021 താഴെ ഇന്നത്തെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്ക് നാളെയും ഇനി വരുന്ന വീക്കിലും അത്യാവശ്യം ഒരു സെൽ റാലി കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു 3800 അതുപോലെ തന്നെ 3500 ലെവലിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റ്. സോ നമുക്ക് ഗോൾഡിൻ്റെ അനാലിസിസിലേക്ക് പോവാം. സോ ഇന്നലെ നമ്മൾ ഒരു ബുള്ളിഷ് ആൻറ്റിസിപ്പേഷൻ ആയിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത്. ആൻഡ് ആ ഒരു ഏരിയ റിയാക്ട് പോലും ചെയ്യാതെ ബെയറിഷ് കണ്ടിന്യൂഷൻ ആണ് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടന്നൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഈ കാണുന്ന ഒരു വോളിയം ഇംബാലൻസ് ആയിരുന്നു. അതായത് മൺഡേ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അത് ഇന്നലെ വന്നത് ഫില്ല് ചെയ്തായിരുന്നു. അതിന് ശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ സെൽ റാലി കണ്ടിന്യൂ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു 1 അവറിൻ്റെയും 15 മിനിറ്റിൻ്റെയും മേജറായിട്ടുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് പിന്നെ താഴത്തേക്ക് ഡ്രോപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ബൈ ഏരിയാസിൽ നിന്ന് പോലും ഒരു റിയാക്ഷൻ അല്ലാതെ അതൊരു ബൈ കണ്ടിന്യൂഷനുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് സെല്ലിലേക്ക് മാറി എന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. സോ ഇനി വരുന്ന ഓരോ സെഷൻസിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് വരുന്ന ഓരോ സെല്ലും നമുക്ക് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് ഇന്ന് നൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ന്യൂസ് ഉണ്ട് 11:30. ഒന്ന് ഫെഡറൽ ഫണ്ട് റേറ്റിൻ്റെയും അതുപോലെ തന്നെ FOMC സ്റ്റേറ്റ്മെൻറ്റുമാണ് 2 വരുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂസാണ് ഇതൊക്കെ. സോ ആ സമയത്ത് ട്രേഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സെല്ലിലേക്ക് കിട്ടുന്ന പൊസിഷൻസ് മാത്രം ഹോൾഡ് ചെയ്യുക. ബൈ ഈ മാർക്കറ്റിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് നമുക്കിനി തൊട്ട് റീസെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 4000 ആണ്. സോ ആ 4000 ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം പിന്നെ ഒരു ബൈ റിയാക്ഷൻ മാർക്കറ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് നാളത്തെ ഒരു ബയാസ്, ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ഡെയിലി വൈസ് ഇവിടെ ഇന്ന് ഈ കാണുന്ന ലോ 4021 താഴെ ഇന്നത്തെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്ക് നാളെയും ഇനി വരുന്ന വീക്കിലും അത്യാവശ്യം ഒരു സെൽ റാലി കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു 3800 അതുപോലെ തന്നെ 3500 ലെവലിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ്. നമുക്ക് ഇനി യൂറോ USDയിലേക്ക് നോക്കാം. സോ യൂറോ USD ലാസ്റ്റ് ഡേയ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് സെല്ലിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ലാസ്റ്റ് നമ്മൾ വീക്കിലി അനാലിസിസ് പറഞ്ഞൊരു ഏരിയ ആയിരുന്നത് ഈ ഒരു ഏരിയയിൽ വന്ന സെല്ലോക്കാണ്. സോ അതുപോലെ തന്നെ ആയിരുന്നു പ്രൈസ് ഡ്രോപ്പായി. ആൻഡ് പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്ത് ആൻഡ് ഒരു 1 അവറിൻ്റെയും 4 അവറിൻ്റെയും ഒരു ബോഡി ക്ലോസ് നമുക്ക് ഇവിടെ ഓൾറെഡി 1 അവറിൻ്റെ ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. 4 അവറിൻ്റെ ക്യാൻ ക്ലോസ് ആകുമ്പോഴേക്കും നമുക്ക് അത് കിട്ടും. സോ നമുക്ക് ഇനി അടുത്ത ടാർഗറ്റ് ചെയ്യാവുന്ന ഏരിയയാണ് ഈ കാണുന്ന ലോ എന്ന് പറയുന്നത്. അതായത് 1.13246 ഈ ലെവലിലേക്ക് പ്രൈസ് ഇനി ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ മാതിരി 11:30 ന്യൂസ് ഉണ്ട്. സോ ആ ന്യൂസിന് നമുക്ക് ഈ കാണുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് ഒരു സെൽ ഓഫ് നടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സെൽ റാലി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.12912 എന്ന ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഗോൾഡും അതുപോലെ തന്നെ യൂറോ USD നമുക്കിപ്പോൾ ഒരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബെയറിഷിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കാം. മേജറായിട്ടുള്ള ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു സെൽ സെറ്റപ്പ് ഫോം ആയാൽ മാത്രം മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും നല്ലത്. ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. സോ ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.